ഇന്ന് ഗാന്ധി ജയന്തി. അഹിംസയിലൂടെ ലോകത്തെ മാറ്റിയെഴുതിയ മഹാത്മാവിന്റെ പിറന്നാൾ ദിനം. 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനനം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ആ സാധാരണ ബാലൻ നിയമം പഠിക്കാനായി ലണ്ടനിലേക്ക് കപ്പൽ കയറുന്നത്. അവിടെ പബ്ലിക് സ്പീക്കിംഗിലൂടെ വ്യക്തിപരമായ പരിമിതികൾ മറികടന്നിരുന്നു. 1893 23-ാം വയസ്സിൽ ഒരു കേസ് വാദിക്കാനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടെ 21 വർഷം താമസിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ കടുത്ത വർണ്ണവിവേചനവും വംശീയ അധിക്ഷേപവുമൊക്കെ നേരിടേണ്ടി വന്നു. ട്രെയിനിൽ നിന്നും പുറത്താക്കുന്ന സംഭവം വരെയുണ്ടായിരുന്നു. സത്യാഗ്രഹം എന്ന സമരമാർഗം ആദ്യമായി പരീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെ പോരാടാൻ അവിടെ തുടർന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സത്യാഗ്രഹം എന്ന പുതിയ പ്രതിരോധ മാർഗം ലോകത്തിന് നൽകി. 1915 മാതൃരാജ്യത്ത് തിരിച്ചെത്തിയ അദ്ദേഹം സാധാരണക്കാരന്റെ വേഷത്തിൽ ഇന്ത്യയുടെ വേദനയും പൾസും മനസ്സിലാക്കി. 1930 ഉപ്പിന് നികുതി ചുമത്തിയതിനെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി തെണ്ടിയാത്ര അഥവാ ഉപ്പു സത്യാഗ്രഹം നടത്തി നിയമലംഘനത്തിന് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിനായുള്ള അന്തിമ പോരാട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വിപ്ലവ ആഹ്വാനം നൽകുകയും ചെയ്തു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1948 ജനുവരി 30 വെടിയേറ്റ് അദ്ദേഹം വീണു. എങ്കിലും അദ്ദേഹത്തിന്റെ അഹിംസ എന്ന ദർശനം ഇന്നും ലോകത്തിനു വഴികാട്ടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.